അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള വിജയരാജ മല്ലികയോടാണ്. വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം മല്ലികയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതകൾ എഴുതുന്നു, ആത്മകഥ എഴുതുന്നു, നോവലിൻ്റെ പണിയിലാണ്. അപ്പം മല്ലികയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് എനിക്ക് തോന്നിയത്, മല്ലിക ഒരു താരാട്ടുപാട്ട് എഴുതിയിട്ടുണ്ട് ഇൻ്റർസെക്സ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം മാതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആദർശവൽക്കരിക്കപ്പെട്ട ഒരു സാധനമാണ് ഈ പാട്രിയാർക്കലായ സിസ്റ്റത്തിനകത്ത്. അപ്പം പാട്രിയാർക്കിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കൂടിയാണ് ഈ മാതൃത്വം എന്ന് പറഞ്ഞത്. അപ്പോൾ മാതൃത്വത്തിൻ്റെ ഒരു ഫോമിനെ, താരാട്ട് എന്ന് പറയുന്ന ഒരു ഫോമിനെ മല്ലിക എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കൂ. ഇൻ്റർസെക്സ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആണല്ല പെണ്ണല്ല കൺമണി നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു താരാട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഭാഷയിൽ ഇത്തരം പുതുക്കലുകൾ നടത്തിക്കൊണ്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെയാണ് ക്യൂർ മനുഷ്യർ എഴുത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മല്ലിക എഴുത്ത് ജീവിതത്തിനെ വിശദീകരിക്കുന്നത്? ആദ്യമേ നമസ്കാരം. ഇവിടെ അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞു സാഹിത്യ അക്കാദമിയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറായ ജനറൽ കൗൺസിൽ അംഗം. എനിക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ജനറൽ കൗൺസിൽ അംഗങ്ങൾക്ക് ഒരാൾ എന്നുള്ള രീതിയിലാണ് അതിനെ പുതുക്കാൻ ആഗ്രഹിക്കുന്നത്. ഭാഷ എക്കാലത്തും വ്യത്യസ്തരായ മനുഷ്യരെ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാതെ എല്ലാ കാലത്തും അത് മുറിവേൽപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ മുറിവേൽപ്പിക്കലുകൾ തുടങ്ങിയത് കൊളോണിയൽ ചരിത്രത്തിന് ശേഷമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പറങ്കികൾ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഭരണാധികാരികൾ ഉണ്ടായിരുന്ന കാലത്തോ ഈ വൈവിധ്യങ്ങൾ തമസ്കരിക്കപ്പെട്ടിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാഷ എപ്പോഴും ഞാൻ കാണുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക മുഖമായിട്ടും ആ മുഖത്തിൻ്റെ പ്രതിബിംബം സാഹിത്യമാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യത്തെ കവി അല്ലെങ്കിൽ ആദ്യത്തെ ഇന്നയാളെന്ന് പറയുമ്പോഴും നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ തീർച്ചയായിട്ടും ആളുകൾ ജീവിച്ചിരുന്നു. പക്ഷേ ആ അടയാളങ്ങളെ കൊണ്ടുവരാൻ പ്രാപ്തമാകുന്ന ഒരു ചരിത്രം നമുക്കില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ഇത്രത്തോളം അനുഭവിക്കുന്നത്. ഇപ്പോൾ പ്രൈഡ് പരേഡ് ആണെങ്കിലും അതെല്ലാം മറ്റ് ഈ പറയുന്ന എന്ത് തന്നെ ദൃശ്യത നമ്മൾ കൊണ്ടുവന്നാലും അതിന് നമുക്ക് ഉപമിക്കാൻ ചരിത്രത്തിൽ ചില കാര്യങ്ങളില്ല. മറിച്ച് നമ്മളെയൊക്കെ ക്രിമിനലുകളായി ചിത്രീകരിച്ച 1871 ട്രൈബൽ ആക്ട് നമ്മളെ മനഃപൂർവ്വം പഠിപ്പിക്കാതിരുന്നതാണ് എന്നത് ഒരു വലിയ സത്യമാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് ചരിത്രത്തെ പൊതുവിൽ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുക. പക്ഷേ ഈ ഗോൾഡൻ ഏജ് സത്യത്തിൽ സ്വർണം കൊണ്ടുള്ള ഏജായിരുന്നോ മുക്കുപണ്ടമായിരുന്നോ എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ വായനാ കുതുകികളാണ് അന്വേഷിച്ച് പോകേണ്ടതെന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. പിന്നെ ഈ കവിതകൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർസെക്സ് വ്യക്തിയുടെയോ ഗേ ആയിട്ടുള്ള വ്യക്തിയുടെയോ ഒക്കെ അസെക്ഷലായ വ്യക്തികളുടെയോ ഒക്കെ പ്രണയവും കാമനകളും എഴുതുമ്പോൾ മലയാളത്തിൽ മാന്യമായിട്ടുള്ള പദങ്ങളില്ലായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ പുതിയൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമൊക്കെ ചാലഞ്ചായിരുന്നു. പക്ഷേ ഇപ്പം അതൊരു ഈസിയായ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ചഞ്ചല എന്ന കവിതയുടെ അവസാനം ഒരു വരിയുണ്ട്. അതായത് സാധാരണ ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ അവർ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വാഴ പോലെയാണ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി പോലെയാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മാസ്കുലിൻ ആൺ സമൂഹം, സിസ്ജെൻഡർ ആൺ സമൂഹം നമുക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് സർജറി കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ വല്ലാത്തൊരു കാമനയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. 6 മാസം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനൊന്ന് പൂത്തുലയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള യോനികൾക്ക് എന്ത് പദം മലയാളത്തിൽ കൊടുക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് സത്യത്തിൽ ജലകുടീരം എന്നൊരു പദം എനിക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അത് സൃഷ്ടിക്കുകയായിരുന്നില്ല, മറിച്ച് അത് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ വൈവിധ്യത്തെ സ്നേഹിക്കുന്ന കവികൾ തീർച്ചയായിട്ടും ചിന്തിക്കണമെന്ന് തന്നെ കരുതുന്നു. പണ്ടൊക്കെ 9 എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ കവിത എഴുതും അപ്പം തന്നെ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു വാഴ നടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അത് എൻ്റെ ഫേസ്ബുക്ക് കണ്ടാലും അറിയാം. ശശി കുലച്ചു, ശശി കായ്ച്ചു, ശശിയെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്. അത് വാഴയാണ്, വേറൊന്നുമല്ല. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ശശി എന്നെ നോക്കി കളിയാക്കിയാൽ അത് ശശി എന്ന പേരിപ്പോൾ വളരെ ട്രൊമാറ്റിക്കാണ്. അതല്ല ഉദ്ദേശം, ഒരു പേര് മാത്രമാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കണ്ടാൽ അറിയാം. കാരണം നമുക്കിപ്പോൾ എല്ലാവരെയും പോയി തല്ലാനോ നന്നാക്കാനോ ഒന്നും പറ്റില്ല. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെ വ്യത്യസ്തരായ മനുഷ്യരെ ഭാഷയുടെ ഒരു നൂലിൽ ചേർത്തുകൊണ്ട് അന്തസ്സായിട്ടുള്ളൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു എന്നത് വരാനിരിക്കുന്ന ചരിത്ര ഗവേഷകരെയും വായന കുതുകികളെയും ഒക്കെ അറിയിക്കുക എന്ന് തന്നെയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞത് സംഘകാല എഴുത്തുകളിലൊക്കെ വളരെ കൃത്യമായി സ്ത്രീകൾക്ക് 8 ഗുണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും 9ാമത്തെ വീര്യം എന്ന ഗുണം ഞങ്ങളെപ്പോലുള്ള ഇൻ്റർസെക്സ് ട്രാൻസ്ജെൻഡർ മനുഷ്യരിലൂടെ എഴുതി ചേർക്കപ്പെട്ടതായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? ഇപ്പോൾ ഇവിടെ സഞ്ജന പറഞ്ഞു നൃത്തത്തെപ്പറ്റി. നൃത്തത്തിൻ്റെ തുടക്കം തന്നെ 5 തരം കൂത്തുകളെ പറ്റി, പ്രത്യേകിച്ച് പേടിക്കൂത്ത്. ട്രാൻസ്ജെൻഡറായ മനുഷ്യർ, അത് ട്രാൻസ്ജെൻഡർ ആണോ ഇൻ്റർസെക്സ് ആണോ എന്നറിയില്ല, മറിച്ച് ഇത്തരം മനുഷ്യർ കളിച്ചിരുന്ന പേടിക്കൂത്തുകളെ പറ്റിയും അത് മാധവി, നമ്മുടെ മറ്റേ കൊടുങ്ങല്ലൂരമ്മയുടെ കഥ പറയുന്ന അതിലെ മാധവി, ഏറ്റവും നല്ല നർത്തകിയായിരുന്ന അക്കാലത്തെ മാധവി, ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അക്കാലത്ത് അത്തരത്തിൽ സമൂഹങ്ങൾക്ക് ഒരു ഇൻക്ലൂസിവിറ്റി ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഇടങ്ങളിലോ ഉണ്ടായിരുന്നു എന്ന വാസ്തവമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അതിനെ വാട്ട് ഇസ് ലൈക്ക് അതിനെ കവറ്റ് ചെയ്യാനും അതിനെ എതിർക്കാനും ധാരാളം യുവവാദങ്ങൾ ഉണ്ടാകാം. പക്ഷേ ചരിത്രത്തെ സ്നേഹിക്കുകയും ചരിത്രത്തെ തിരിച്ചറിയുകയും, ഞാൻ പറയുന്നത് നമ്മളെ പഠിപ്പിച്ച ചരിത്രമല്ല, മറിച്ച് ചരിത്രത്തിൽ മറച്ചു വയ്ക്കപ്പെട്ട ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും അതിലേക്കൊരു അന്വേഷണ ബുദ്ധിയോടെ നടന്നു ചെല്ലാനും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആണ് പെണ്ണ് എന്ന് പറയുന്ന കള്ളികൾ ഇങ്ങനെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 2 കള്ളികളുള്ളപ്പോൾ അതിനിടയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്ന മനുഷ്യരുണ്ടാകാമെന്ന് ചിന്തിക്കാൻ റേഷനറി കഴിക്കുന്ന ആർക്കും പറ്റും. പക്ഷേ നമ്മളെ ചിന്തിക്കാൻ സമ്മതിക്കാത്ത ചില ഏജൻസികളുണ്ട്. അത്തരം ഏജൻസികൾ ഒരുപക്ഷെ മതമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. അവർക്ക് അവരുടേതായ കൃത്യമായ അജണ്ടയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മളായി ജീവിക്കാൻ നമ്മുടെ ഭാഷയെ എല്ലാ കാലത്തും വാട്ട് ഇസ് ലൈക്ക് സശക്തമാക്കുന്ന ഒരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം 10 പുസ്തകങ്ങൾ ഇറങ്ങി, 11ാമത്തെ പുസ്തകം അടുത്ത മാസം ഇറങ്ങുന്നു എന്നതാണ്. അത് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക, യാത്രകളാകട്ടെ ജീവിതമാകട്ടെ എല്ലാ സമയത്തും എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ എഴുത്തും ജീവിച്ചിരിക്കുന്ന ആളുകളെയും വരാനിരിക്കുന്ന ആളുകളെയും അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു, ഉതകുന്നു എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്ക് യു. മല്ലിക പറഞ്ഞതിൽ ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ കൊളോണിയലിസത്തിൻ്റെ എല്ലാ കുറ്റവും അടിച്ചേൽപ്പിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊളോണിയലിസത്തിന് മുന്നേ എല്ലാം ഉൾക്കൊണ്ടിരുന്ന, നമ്മുടെ ലിംഗലൈംഗിക വൈവിധ്യത്തിനൊക്കെ ഉൾക്കൊണ്ടിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് എത്രത്തോളം യുക്തിസഹമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കിയാൽ മതി. ഇപ്പം ക്രിമിനൽ ട്രൈബ്സ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത്, കൊളോണിയൽ ഭരണാധികാരികൾ കൊണ്ടുവരുന്ന സമയത്ത് യൂനക് പ്രോബ്ലം, അതായത് അന്നത്തെ കാലത്തെ ശരീരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഹിജ്റ പ്രശ്നം, ഹിജ്റകളെ ഉന്മൂലനം ചെയ്യാന്ന് പറഞ്ഞൊരു ലാർജർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ആ ശ്രമങ്ങളുടെ സമയത്ത് അന്നത്തെ അധികാര ശ്രേണികൾ മുകളിൽ നിന്ന് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മൺ പുരുഷന്മാരോടൊക്കെ, മധ്യവർഗ ആളുകളോടൊക്കെ, അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളോടൊക്കെ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പം ആ സമയത്ത് ആരും ഇത് ഞങ്ങളുടെ ചരിത്രമാണ്, ഇത് ഞങ്ങൾ അംഗീകരിക്കും എന്നുള്ള രീതിയിലൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ പോയിട്ടും എത്ര കാലം എടുത്തു നമുക്ക് ഈ ഒരു നിയമത്തിൻ്റെ വിടുതൽ നേടാന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഇപ്പോൾ സാഹിത്യത്തിൻ്റെ സ്പേസിൽ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ദൃശ്യത കിട്ടുന്നുണ്ട്. ഇപ്പോൾ മല്ലിക ജനറൽ കൗൺസിൽ മെമ്പർ ആവുന്നു, സാഹിത്യ അക്കാദമിയുടെ വേദികൾ കിട്ടുന്നു, സാഹിത്യ സദസ്സുകൾ, നമുക്ക് ഇടങ്ങൾ കിട്ടുന്നു. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നെങ്കിലും ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടന്ന വലിയ ദൂരമുണ്ട്. അപ്പം ഈ ദൃശ്യത, ഇപ്പം കിട്ടുന്ന സ്വീകാര്യത, അത് സാമൂഹിക മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ സംശയത്തോടെയാണോ മനസ്സിലാക്കുന്നത്? അതിനെങ്ങനെയാണ് തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്, നോക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന 2016 മുതലേ എനിക്ക് വേദികൾ കിട്ടുന്നുണ്ട്. മരണാനന്തരം എന്ന കവിത വന്ന ശേഷം ആണ് സത്യത്തിൽ ആളുകൾ അതിൻ്റെ ആ ഒരു ട്രാൻസ്ജെൻഡർ എഴുത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്വയർ എഴുത്തിൻ്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ദൃശ്യതയുടെ കാര്യങ്ങളൊക്കെ ആദ്യം നന്നായിട്ട് അറിയാമല്ലോ, എവിടെയാണ് വിളിക്കുന്നതെന്നും എന്തിനാണ് വിളിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനതിനെ എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാറ്. കാരണം പലപ്പോഴും വേദിയിലേക്ക് വിളിക്കും, വേദിയിലേക്ക് ക്ഷണിക്കും. നമ്മൾ രാവിലെ ടാക്സിയൊക്കെ എടുത്ത് അവിടെ ചെല്ലുമ്പോഴായിരിക്കും പറയുക, സോറി ഇന്നത്തെ പരിപാടി മാറ്റിയെന്ന്. ചിലപ്പോൾ വേദിയിലെത്തില്ല, അതിനു മുമ്പ് നമ്മളോട് അറിയിക്കും. നമ്മൾ അതേ ടാക്സിയിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാണാം അതേ പരിപാടി വേറൊരാളെ വെച്ചിട്ട് അവർ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊന്നും ഞാൻ അങ്ങനെ തളരാറില്ല, എനിക്കതിലൊന്നും യാതൊരു സങ്കടവും തോന്നാറില്ല. കാരണം എൻ്റെ പണി എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതുക. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറഞ്ഞൊരു കവിത, അതെന്നെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ട് അവർ ആ പ്രോഗ്രാം പറഞ്ഞ ദിവസം മാറ്റി. അപ്പോൾ ഞാനിരുന്നൊരു കവിത എഴുതി, അത് ഒരു മ്യൂസീഷ്യനെ കൊണ്ട് അത് മ്യൂസിക് ചെയ്യിപ്പിച്ചു. ശ്രീജ ആറങ്ങോട്ടുകര അതൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്തു. അത് ഇൻ്റർസെക്സ് ആയിട്ടുള്ളൊരു കുട്ടീനെ
അമ്മ വലിച്ചെറിഞ്ഞു, എന്തോ കാരണങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി തൻ്റെ അമ്മയെ അന്വേഷിച്ച് വന്ന് അമ്മയ്ക്ക് പാടുന്ന ഒരു താരാട്ടാണ്. അതൊരു 10-25 വരികളൊക്കെയുള്ള ഒരു താരാട്ടം. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നടക്കുന്നു, തമിഴിലും തെലുങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നു. വേദികളെ സംബന്ധിച്ച് പൊതുവേ എല്ലാവരും പറയുന്നത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനുഷ്യരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ക്വയർ മനുഷ്യരെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മുഖ്യധാരയും ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലം തമ്മിലുള്ള സ്പേസ് കുറയ്ക്കുക, അല്ലെങ്കിൽ പേസ് കുറയ്ക്കുക എന്ന് തന്നെയാണ്. പിന്നെ ആരെ വിളിക്കണം, എന്തിനു വിളിക്കണം എന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് രാഷ്ട്രീയമേ പറയാൻ പാടുള്ളൂ, ആർക്ക് വേണ്ടി സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, ഈവൻ അത് ക്വയറായിട്ടുള്ള മേഖലയിൽ പോലും കടന്നു വരുന്നു എന്നത് തീർച്ചയായിട്ടും ക്വയർ കമ്മ്യൂണിറ്റിക്ക് അത്ര ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്നുകൂടി ഞാൻ പറയും. നിങ്ങൾക്കിപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കിട്ടുന്നില്ലേ, നിങ്ങളെപ്പോൾ ഇവിടെ പിടിച്ചിരുത്തുന്നില്ലേ? ഈ പറച്ചിൽ എന്ന് മലയാളി അവസാനിപ്പിക്കുന്നോ അന്ന് പ്രളയം അവസാനിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു.